മുനാഫിഖ, കള്ള മുനാഫിഖാൻ, വഹാബിയാണ്. ലീഗ് എന്ന സാധനം ആവശ്യമാണ് വിശ്വസിക്കുന്ന ഞാനും. പക്ഷേ വഹാബിസത്തെ സുന്നികളുടെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന പണി നിർത്തിയിട്ടില്ലെങ്കിൽ മര്യാദ പഠിപ്പിക്കും. വളരെ ഈ കളിയൊക്കെ നിർത്തണം. നിങ്ങൾ മാനമര്യാദക്ക് ജീവിക്കണം. ലീഗിന്റെ പണി ലീഗ് എടുക്ക. സമസ്തയുടെ ആലിമീങ്ങളൊക്കെ പോക്കാണ്. ഇതാണോ എന്റെ പണി? ഇതാണോ എന്റെ പണി? എന്നോടോ ഞങ്ങൾക്കുള്ള പണി? പറഞ്ഞ റേഷൻ കാർഡ് വെട്ടുന്നതിന് എന്റെ വാപ്പാന്റെ റേഷൻ കാർഡാണോ ഞാൻ ഉണ്ടാക്കിയത്? ഞാൻ ഇന്ത്യൻ സർക്കാരല്ല എനിക്ക് റേഷൻ കാർഡ് ആണ്. ലീഗിന്റെ MLA കയ്യിലാടാ റേഷൻ കാർഡ്. ലീഗിന്റെ കോണി സ്വർഗത്തിലേക്കാണ് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയുന്നുണ്ട്. അത് ബാപ്പക്കനെ പൂക്കോന് ലീഗാണ്. ഇന്നത്തെ വഹാബിയത്തിനെ താലോലിക്കുന്ന ആ രീതി, വഹാബിയത്തിനെ താലോലിക്കുന്ന രീതി, അത് താലോലിച്ചാൽ മുസ്ലിമത്ത് തകരും. മൂടന്മാരായ പമ്പര മൂടന്മാരായ തലയിൽ ആൾ താമസമില്ലാത്ത സുന്നികൾ വിചാരിക്കുക നമ്മളെ MLA MP ഒക്കെ സുന്നിയാണ്. അയ്യയ്യേ എന്റെ ചുണ്ണികളെ, നിങ്ങളത്ര വലിപ്പുണ്ടല്ലോ. ചിന്തിക്കണം. ഞാൻ അവസാനിപ്പിക്കാണ്. ഇവരെ യഥേഷ്ടം കയറൂരി വിടുക. എനിക്കവരോട് ഒരു വിരോധമല്ല ലീഗിനോട്. ലീഗ് ഈ രാജ്യത്ത് വേണമെന്ന് ആരെക്കാൾ കുതിരശക്തിയിൽ വാദിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ വഹാബിയത്ത് പ്രചരിപ്പിക്കാനാണ് ഇന്ന് ലീഗ് പലപ്പോഴും പണിയെടുക്കുന്നത്. അത് നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ നാവുകൊണ്ട് നിങ്ങളെ പണി ഞാൻ തീർക്കും. അതേ സമയത്ത് ഇവിടെ ആവശ്യമുള്ള സാധനമാണത്. അതിന്റെ പണി അതെടുക്കണം, ഇതിന്റെ പണി ഇതെടുക്കണം. മോലിയരെ പണി മോലിയരെടുക്കണം. വഹാബിയുടെ പണി വഹാബി എടുക്കുന്നുണ്ട്. മുസ്ലിയാരെ പണി മുസ്ലിയാരെ എടുക്കണം. ലീഗിന്റെ പണി ലീഗ് എടുക്കണം. ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന സാധനത്തിന്റെ ചെലവിലും ഒത്താശയിലും മാത്രമാണ് കേരളത്തിൽ വഹാബിസം പ്രചരിച്ചിട്ടുള്ളത്. ഇതൊക്കെ ആഴത്തിൽ പഠിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കും. യാതൊരു സംശയവുമില്ല. ആർക്കും ഇതിലൊന്നും കൈ കഴുകാനും കഴിയില്ല. ഒരു നിലക്ക് വഹാബിസത്തിന്റെ ഉൽപ്പന്നമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നും പറയാവുന്നതാണ്. അതേ സമയത്ത് അതുണ്ടാക്കിയത് വഹാബികളാണെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ വഹാബിസം എന്ന സാധനത്തെ കൊണ്ടുവന്നത്, അത് പ്രചരിപ്പിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് ഞാൻ നിങ്ങൾ ചരിത്രം ഉദ്ധരിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തും. ഒരാൾക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. അത്രയും വലിയ സത്യങ്ങൾ.